ഈ ആഗസ്റ്റ് 1 മുതൽ ഒരാഴ്ചക്കാലം ലോക മുലയൂട്ടൽ വാരമായിട്ട് WHO കൂടെ യുനിസെഫും കൂടി ആചരിച്ചു പോരുകയാണ്. ഇതിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, അതായത് മുലയൂട്ടലിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആഗസ്റ്റ് 1 മുതലുള്ള 7 ദിവസം ഇത് പല തലങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് ഏറ്റവും ആദ്യം കിട്ടുന്ന പാലാണ് കൊളസ്ട്രോൾ. ഇതിനൊരു മഞ്ഞ കളറായിരിക്കും. ഈ പാലാണ് കുഞ്ഞിൻ്റെ ആജീവനാന്ത കാലം അതിനുള്ള ഇമ്മ്യൂണിറ്റി പവറിൻ്റെ ഒരു പ്രധാന ഘടകം. പിന്നീട് അമ്മ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ കൊളസ്ട്രോൾ ഒരിക്കലും അവന് മിസ് ചെയ്യാൻ പാടില്ല. ഈ കൊളസ്ട്രോൾ തീർച്ചയായിട്ടും കുഞ്ഞിനെ കൊടുക്കേണ്ടതാണ്. പണ്ടൊക്കെ അമ്മമാർ ഈ പാല് കറന്ന് കളയുമായിരുന്നു. ഫസ്റ്റിൽ വരുന്ന പാല് അത് നല്ല പാലല്ല എന്ന് പറഞ്ഞിട്ട് അത് കളയുമായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. കൊളസ്ട്രോൾ ഏറ്റവും അമൂല്യമായ ഒരു അമൃതമാണ് കുഞ്ഞിന്, അങ്ങനെ വേണം പറയാനായിട്ട്. പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ പാലൂട്ടിക്കൊണ്ടിരിക്കണം. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ പാലൂട്ടാം. അതല്ല സിസേറിയൻ ആണെങ്കിൽ 1 മണിക്കൂർ മാക്സിമം അതിനുള്ളിൽ കുഞ്ഞിന് പാലൂട്ടാവുന്നതാണ്. പാല് ഇടയ്ക്കിടയ്ക്ക് അതിനൊരു ഇത്ര സമയം എന്നൊന്നുമില്ല. അമ്മയ്ക്ക് എപ്പോൾ അമ്മയുടെ കുഞ്ഞിന് പാല് കൊടുക്കണം എന്ന് തോന്നുന്നുവോ ആ സമയത്ത് പാല് കൊടുക്കാം. പക്ഷെ അത് ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞു പോകരുത്. ചില സാഹചര്യങ്ങളിൽ കുഞ്ഞ് തന്നെ ആവശ്യപ്പെടും, കരഞ്ഞിട്ട് പാല് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അത് അമ്മയ്ക്കത് മനസ്സിലാവും. കാരണം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ട് അങ്ങനെയാണ്. അതറിഞ്ഞ് പാല് കൊടുക്കുക. ഈ കുഞ്ഞിലേക്ക് ചെല്ലുന്ന ഏക ആഹാരം, അവന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ഏക മുതൽക്കൂട്ട് ഈ മുലപ്പാൽ എന്നുള്ളതാണ്. അപ്പം അത് അവൻ്റെ വളർച്ച നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് എപ്പോഴും ഇങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ ആവശ്യത്തിൽ കവിഞ്ഞ് കൊടുക്കാനും പാടുള്ളത് അല്ല. അത് അമ്മയ്ക്കറിയാം സ്വന്തം കുഞ്ഞിന് എപ്പോൾ പാല് കൊടുക്കണം, എത്ര കൊടുക്കണം എന്നുള്ളത്. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നുവിടും. ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ 6 മാസം മുലപ്പാൽ മാത്രം കൊടുക്കാൻ പാടുള്ളൂ. അതിനിടയ്ക്ക് വേറെ ഒന്നും കൊടുക്കണ്ട. ഈ മുലപ്പാലിൽ ഏറ്റവും പ്രധാന ഘടകം ജലമാണ്. ചില അമ്മൂമ്മമാർ പറയേ, അയ്യോ ഒരിത്തിരി വെള്ളം, കുഞ്ഞിന് വെള്ളം ദാഹിക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട് തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കൊടുക്കും മുലപ്പാൽ കുടിക്കുന്ന ഒരു അമ്മ കുഞ്ഞിന്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 6 മാസക്കാലം കുഞ്ഞിന് വേറെ ഒരു ആഹാരവും കൊടുക്കണ്ട, മുലപ്പാൽ മാത്രം കൊടുത്താൽ മതിയാവും. ഈ മുലപ്പാൽ കുഞ്ഞിന് ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതെങ്ങനെയാണെന്ന് പറയും. കുഞ്ഞ് പാല് കുടിക്കുന്ന സമയത്തെ ഈ കവിളുകൾ അങ്ങോട്ട് വീർത്ത് വരും പാല് നിറഞ്ഞിട്ട്. എന്നിട്ടൊരു സെക്കൻഡ് കുടി നിർത്തും. കാരണം വായിലുള്ളതൊന്ന് ഇറക്കി വിടണം. അതിന് വേണ്ടിയിട്ട് കുടി നിർത്തും. അങ്ങനെ കവിള് വീർത്ത് അവൻ ശേഖരിച്ച് വെച്ചിട്ട് പാല് കൂടി നിർത്തിയിട്ട് അത് ഇറക്കി വിടും. അത് നമുക്ക് ഒന്നാമത്തെ കാര്യം. പിന്നെ ഉണ്ടല്ലോ, കാലിൻ്റെ വിരലുകളൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും ഉള്ളിലേക്ക്. അതാ കുടിക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക, അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചിട്ട് അങ്ങനെ കുടിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. പിന്നെ കൂടാണ്ട് കുട്ടികൾക്ക് നമുക്ക് കാണാൻ പറ്റും ഈ തലയൊക്കെ ഇങ്ങനെ വേർത്തിട്ടുണ്ടാവും. പാലുകൂടി കഴിയുമ്പോൾ തലയിലൊക്കെ ഇങ്ങനെ വേർപ്പുണ്ടാവും. അത് ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഹാർഡ് വർക്കാണ് അവനെ സംബന്ധിച്ച്. അത് നോക്കുമ്പോൾ ഇങ്ങനെ അമർത്തി വലിച്ചെടുത്ത് കുടിക്കണ്ടേ, അതൊരു ഹാർഡ് വർക്ക് തന്നെയാണ് കുഞ്ഞിനെ സംബന്ധിച്ച്. അപ്പോൾ ആ സമയത്തും അവൻ അങ്ങനെ വേർക്കും. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തുണി നമ്മൾ പല തവണ മാറ്റി കൊടുക്കേണ്ടതായിട്ട്. ഒരു കുഞ്ഞ് ഒരു ദിവസം ഒരു 7, 8, 9, 10 തവണയൊക്കെ ചിലപ്പോൾ മൂത്രമൊഴിക്കും. അപ്പോൾ അത് നമ്മൾ നോക്കിയിരിക്കണം. എത്ര തവണ നോക്കിയിരിക്കാൻ ശ്രദ്ധിക്കണം. എൻ്റെ കുഞ്ഞ് ഇന്നത്തെ ദിവസം എത്ര തവണ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ട്, അതും പിന്നെ അതിൻ്റെ അളവ് നോക്കണം. ഓരോ തവണ കുടിക്കുന്ന മൂത്രം എത്രത്തോളം ഉണ്ട്, അതും ഈ കുടിക്കുന്ന പാലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പാല് മാത്രമല്ല ശരീരത്തിലേക്ക് ചെല്ലുന്നത്, ആ സമയത്ത് പുറത്ത് പോകുന്ന മൂത്രത്തിൻ്റെ അളവ്, അത് അമ്മയിൽ നിന്ന് കിട്ടുന്ന പാലിൻ്റെ അളവ് തന്നെയാണ്. ആവശ്യമുള്ളതൊക്കെ ശരീരത്തിലേക്ക്
വാങ്ങിച്ചെടുക്കുകയും അല്ലാത്തവ മൂത്രമായിട്ട് വിസർജിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ കുഞ്ഞിന് പാല് ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ എന്നറിയാൻ പറ്റും. പിന്നെ ഈ പാല് കൊടുക്കുന്നത് കൊണ്ട് അമ്മയുടെ ശരീരത്തിൽ കൊഴുപ്പ് കുറഞ്ഞു കിട്ടും. ചില അമ്മമാരെ നമ്മൾ കണ്ടിട്ടില്ലേ, നല്ലപോലെ ക്ഷീണിക്കും കുഞ്ഞ് പാല് കുടിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചിലർ ക്ഷീണിക്കില്ല. അപ്പോൾ ക്ഷീണിക്കാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ആവശ്യത്തിന് പാല് അവർക്ക് ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞങ്ങനെ കുടിക്കുന്നുണ്ടാവില്ലായിരിക്കും, അതൊക്കെ ആയിരിക്കും. പാല് നല്ലപോലെ വലിച്ചു കുടിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മ ക്ഷീണിച്ച് കാരണം കൊഴുപ്പുണ്ടാവില്ല ശരീരത്തിൽ, കൊഴുപ്പ് കുഞ്ഞ് വലിച്ചെടുക്കുന്നുണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ അഥവാ അല്ലെങ്കിൽ ഈ ഗർഭാശയ ക്യാൻസർ, ഇതൊന്നും ഒരു പരിധി വരെ അവർക്കുണ്ടാവില്ല. അതൊക്കെ ഈ മുലപ്പാൽ കൂട്ടുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ്. പിന്നെ ഗർഭാവസ്ഥ കഴിഞ്ഞിട്ടുള്ള പ്രസവാവസ്ഥ കഴിഞ്ഞിട്ടുള്ള ആ ബ്ലീഡിങ് ഇല്ലേ, അതിനൊക്കെ ഒരുപാട് മാറ്റം വരും, കുറവ് വരും. ഒരുപാട് ബ്ലീഡിങ് ഒന്നും ഉണ്ടാവില്ല നല്ലതുപോലെ പാല് കൊടുക്കുന്ന ഒരമ്മയ്ക്ക്. പിന്നെ എന്താ പിന്നെ ഈ പാൽ കൂട്ടുന്നത് മൂലം അമ്മയ്ക്കും ഒരുപാട് ആനന്ദം, അതുപോലെ തന്നെ കുഞ്ഞിനും ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് വരും. പിന്നെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, മുല കിട്ടുന്ന ഒരു അമ്മ വീട്ടിലുണ്ടെങ്കിൽ, ഗർഭിണി തൊട്ട് ഒരു പാൽ കിട്ടുന്ന അമ്മയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും അമ്മയോട് സഹകരിക്കണം. പാൽ കൊടുക്കുന്ന അമ്മയാണെങ്കിൽ ആ കുഞ്ഞിനെ പരിചരിക്കുന്നതിന്, ആ കുഞ്ഞിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നതിനൊക്കെ മറ്റുള്ളവർ സഹകരിക്കണം. പിന്നെ ഒരുപാട് പിരിമുറുക്കം ഉണ്ടാവാതെയും ആ അമ്മയെ മാക്സിമം റിലാക്സ് ചെയ്ത് കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാനുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ സമയത്ത് ഈ മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് പിന്നെ വീണ്ടും കാണാം കേട്ടോ.